നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വേദനയുണ്ടോ? വേദന എങ്ങനെയില്ലമ്മേ, പക്ഷേ പെട്ടെന്നൊരു പനിക്കോള്. ഇത്തിരി കരുതലെടുത്തില്ലെങ്കില് ചിലപ്പോ കടന്നു പോവും. എങ്കിലും എന്റെ സുരേന്ദ്ര, റോഡിൽ കൂടി നടക്കുമ്പോ നീ എന്താ ആലോചിച്ചാ നടക്കണേ? മുഴുകുടിയന്മാര് പോലും ഇപ്പൊ റോഡിലും പറമ്പിലും ഒന്നും മറിഞ്ഞു വീഴണില്ല. നീ കുറച്ച് കരുതലോടെയൊക്കെ നടക്കണം കേട്ടോ മോനെ. പറ്റിപ്പോയില്ലേ അമ്മേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി നടക്കുമ്പോ ശ്രദ്ധിച്ചോളാം. വയ്യെങ്കിലും നാവിന് ഒരു കുറവുമില്ല. സുരേന്ദ്രൻ വന്നില്ലേ മോളെ? കിടക്കാന്നോ? എന്താ പറ്റിയത്? തല്ലിയോ? ഇവിടുന്ന് വീട്ടിലോട്ട് വരുന്ന വഴിയിൽ വെച്ചോ? അതാരപ്പാ വഴിയിലിട്ട് സുരേന്ദ്രനെ തല്ലാൻ? സന്ദീപാണെന്നാണോ മോള് പറയുന്നേ? ഛേ, അവനായിരിക്കില്ല. അവൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. സുരേന്ദ്രന് തോന്നിയതായിരിക്കും. ഇന്നലെ ഇവിടെ നിന്ന് രണ്ടുപേരും കൂടി ഒന്നും രണ്ടും പറഞ്ഞ് തർക്കിക്കുന്നുണ്ടായിരുന്നു. നിന്റെ കല്യാണം നടത്താൻ പോകുന്നതായി സുരേന്ദ്രൻ പറഞ്ഞു. അത് ചെയ്യരുതെന്ന് സന്ദീപും പറഞ്ഞു. കല്യാണം നടത്താൻ ഒരുങ്ങിയാൽ കാണിച്ചു തരുമെന്നോ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുന്നോ ഒക്കെ വിളിച്ചു പറഞ്ഞിട്ടാ പോയത്. ഇനിയിപ്പോ ആ വൈരാഗ്യത്തിൽ കൈവിട്ട കളിക്കുവല്ലും ശ്രമിച്ചതായിരിക്കോ? ഷർട്ടോ? അവന്റെ ഷർട്ട് സുരേന്ദ്രൻ തിരിച്ചറിഞ്ഞോ? അപ്പോ അവൻ തന്നെ ചെയ്തതായിരിക്കും. കൊള്ളാലോ, പരമശുദ്ധനായിട്ടാ അവൻ നമ്മുടെ മുന്നിൽ നിന്നത്. ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് പറഞ്ഞത് ഇതൊക്കെ കണ്ടിട്ടാവും. ഇനി അവൻ വന്ന നേരിൽ കണ്ട മുഖത്ത് നോക്കരുത് മോളെ. കണ്ട ഭാവം കാണിക്കരുത്. ദുഷ്ടന്മാരെ എപ്പോഴും അകലെ തന്നെ നിർത്തണം. മോളെ, അവൻ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. കണ്ട ഭാവം കാണിക്കണ്ട. എന്താ ഒരു മൈൻഡും ഇല്ലാതെ? സുരേന്ദ്രനങ്ങൾ വന്നില്ലേ? ഇരുട്ടിന്റെ മറവില് ഒളിച്ചിരുന്ന് തല്ലിക്കൂട്ടിയാല് എങ്ങനെ വരും? തല്ലിക്കൂട്ടിയേ? ആരെ? ഓ, ഒരു നിഷ്കളങ്കൻ. എടാ, ഒന്നും അല്ലെങ്കിലും നീ ഒരു ചെറുപ്പക്കാരനല്ലേ? നിന്റെ അച്ഛനാകാൻ പ്രായമുള്ള ഒരാളോട് നിനക്കെങ്ങനെ ചെയ്യാൻ തോന്നി? കുമാരേട്ട എന്തൊക്കെയാ പറയുന്നത്? എന്ത് ചെയ്തു നീ പറയുന്നേ? ആരുടെ കാര്യം നിങ്ങൾ ഈ പറയുന്നേ? ഒന്നും അറിയാത്ത പാവം. കാര്യങ്ങള് വിശദമായി ഞാൻ തന്നെ പറയാം. ഇന്നലെ രാത്രി കടയടച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്ന സുരേന്ദ്രനെ വഴിയിൽ വെച്ച് നീയല്ല, വേറെ ഏതോ ഒരുത്തനെ കൊണ്ട് നീ തല്ലിച്ചു അല്ലേ? കുമാരേട്ടാ, ഒരുമാതിരി അനാവശ്യം പറയരുത്. പ്രായമായെന്നൊന്നും ഞാൻ നോക്കില്ല കേട്ടാ. ആ, പ്രായമായെന്നൊന്നും നോക്കില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ അച്ഛന്റെ പ്രായമുള്ള ഒരാളെ ഇങ്ങനെ തല്ലിക്കുമായിരുന്നോ? എന്റെ കുമാരേട്ടാ, ഞാനിത് ആരോട് പറയാൻ? സൗപർണിക, നീ ഇത് കേട്ടില്ലേ? എന്തൊക്കെ അസംബന്ധ ഈ മനുഷ്യൻ വിളിച്ചു പറയുന്നത്? ആ, നീ അവളെ സാക്ഷിയാക്കണ്ട. അവള് തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം എന്നെ അറിയിച്ചത്. എന്റെ ദേവി, ഇതെന്തൊരു പരീക്ഷണ? വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് സുരേന്ദ്രൻ നിന്നെ തിരിച്ചറിഞ്ഞത്. എന്ത് തെളിവ്? നീ ഇവിടുന്ന് പോയപ്പോ ഇട്ടിരുന്ന അതേ ഷർട്ട്. പിന്നെ കുറെ നാളായി ഇവിടെയൊക്കെ നിന്നെ കാണുന്നതല്ലേ? ഏത് ഇരുട്ടത്ത് കണ്ടാലും നിന്റെ ഈ നെടുങ്കോലൻ രൂപം തിരിച്ചറിയാൻ സുരേന്ദ്രന് കഴിയും. അതുകൊണ്ട് വെറുതെ നിരപരാധി ചമയാൻ നിൽക്കാതെ പോവാൻ നോക്ക്.
സൗവർണിക, നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക. ഞാനത് ചെയ്തിട്ടില്ല. സൗവർണിക, മനസ്സിലായല്ലോ, അവളുടെ കൺമുന്നിൽ വന്നു പോകരുതെന്ന്. പക്ഷെ സൗവർണിക, ഞാൻ ഇത് ഞാൻ നിനക്ക് തന്നതല്ല, എന്റെ മുത്തശ്ശി തന്നതാ. ഇത്രയൊക്കെ ആയിട്ട് എന്താ ഇങ്ങനെ നോക്കി നിൽക്കണേ? സന്ദീപ് കരയാ, കണ്ണു തുടയ്ക്ക. വിദ്യാമ്മേ, പണ്ട് തൊട്ട് ഞാൻ എന്റെ സങ്കടങ്ങൾ പറഞ്ഞിരുന്നത് എന്റെ അമ്മയോടായിരുന്നു. പിന്നീട് ഇവിടെ വന്നതിന് ശേഷം ദേവിയോടും സങ്കടങ്ങൾ പറഞ്ഞു തുടങ്ങി. പിന്നെ വിദ്യാമ്മയോടും. എന്റെ സങ്കടങ്ങൾ അവസാനിക്കുന്നില്ല വിദ്യാമ്മേ. ഇന്നിപ്പോ ചെയ്യാത്ത കുറ്റത്തിന് അവരെന്നോട് പരുഷമായിട്ട് സംസാരിച്ചത്. എന്റെ മുത്തശ്ശി ദേവൂട്ടിക്ക് കയ്യിലിട്ട് കൊടുത്താണ് ഈ വള. അതിന്ന് ദേവൂട്ടി എന്റെ നേർക്ക് ഊരിയെറിഞ്ഞു. ഇരിക്ക. സന്ദീപേ, ആരോരും ഇല്ലാത്തൊരു പെൺകുട്ടിയാണ് ദേവൂട്ടി. അവൾ അന്യാണെന്നും അധികപ്പെറ്റാണെന്നും നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയ്ക്ക് മുന്നിൽ സ്നേഹത്തിന്റെ കടൽ തീർത്ത് നിൽക്കുകയാണ് അച്ഛൻ സുരേന്ദ്രൻ. ആ അച്ഛനെ ദ്രോഹിച്ചവനെന്ന് തോന്നിയാൽ പോലും അവൾക്ക് അവൻ ശത്രുവാണ്. ആ പ്രതികരണമാണ് ഇന്നവൾ കാണിച്ചത്. വിദ്യാമെങ്കിലും എന്നെ വിശ്വസിക്കണം. ഞാൻ അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടേ ഇല്ല. സൗവർണികയുടെ അച്ഛനെ സ്വന്തം അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ നിർത്തിയിരിക്കുന്നത്. അത്രയ്ക്ക് എനിക്ക് ആ മനുഷ്യനോട്